പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി ആരാണെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ചതിന്റെ കണക്ക് പറയുകയാണെങ്കിൽ തിരിച്ച് തർക്കിക്കാൻ നിൽക്കണ്ട. കാരണം പ്രസവിക്കാൻ അവരെടുത്ത വേദന എന്താണെന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ നമുക്ക്. പക്ഷെ പറഞ്ഞു നിൽക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു കിവി അനുഭവിച്ച വേദനയൊന്നും മനുഷ്യർ അനുഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്ന്. ഈ കിവിക്ക് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞുതരാം. ഈ ഒട്ടകപക്ഷിയുടെ മുട്ടയാണല്ലേ ഏറ്റവും വലിയ മുട്ട. പക്ഷെ അതിന്റെ ശരീരഭാരത്തിന്റെ 1% ഭാരം മാത്രമേ ഈ മുട്ടയ്ക്ക് വരുന്നുള്ളൂ. പക്ഷെ ഒട്ടകപക്ഷികളും എത്രയോ ചെറുതായിട്ടുള്ള കിവിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവയുടെ ശരീരഭാരത്തിന്റെ 20% വെയിറ്റിലുള്ള വലിപ്പത്തിലുള്ള മുട്ടയാണ് ഇവ ക്യാരി ചെയ്യുന്നതും ഇടുന്നതും. മനുഷ്യരിലെ 3-3.5 കിലോഗ്രാം ഭാരം വരെയുള്ള കുട്ടികളെ പ്രസവിക്കുന്നതിന് പകരം 15 കിലോഗ്രാം ഭാരം വരെയുള്ള കുട്ടികളെ പ്രസവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പ്രസവിക്കുന്ന പെയിൻ ഒരിക്കലും മുട്ടയിടുമ്പോൾ വരില്ലായിരിക്കും, പക്ഷെ കിവി അനുഭവിക്കുന്ന സ്ട്രഗിൾ ഒരിക്കലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ മുട്ട വലുതാകും തോറും അമ്മ കിവിയുടെ ശരീരത്തിലെ ഓർഗൻസ് എല്ലാം സൈഡുകളിലേക്ക് പുഷാവും. മുട്ടയിടുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഒന്നും തന്നെ ഇതിന് തിന്നാൻ പറ്റില്ല. പക്ഷെ മുട്ടയിട്ട് 90 ദിവസം കഴിഞ്ഞ് വിരിഞ്ഞു വരുന്ന കിവിക്കുഞ്ഞിന് ഈ കഷ്ടപ്പാടിന്റെ കണക്കൊന്നും കേൾക്കേണ്ടി വരില്ല. കാരണം മറ്റുള്ള പക്ഷികളെ പോലെ കിവിക്കുഞ്ഞിന് അതിന്റെ അച്ഛനമ്മയും ഫുഡ് ഫീഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഫുള്ളി ഫോം ആൻഡ് ഡെവലപ്പ് ആയിരിക്കും ഇവർ. അതായത് ഉടനെ തന്നെ നടക്കാനും ഓടാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനും കഴിയുന്ന ഒരു മാനിനാണ് ഇദ്ദേഹം.